പൊന്മുട്ടയിടുന്ന താറാവ്, പ്രാദേശിക വാർത്തകൾ, ഡോക്ടർ പശുപതി, ഇതുപോലെ ഒരു തനി നാട്ടുംപുറം പടം കാണണമെന്നുണ്ടെങ്കിൽ സൂഫ്രം സോ എന്ന പടം തന്നെ കാണാം. അടിപൊളി പടമാണ്. കുറെ അന്ധവിശ്വാസങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെയുള്ള നിഷ്കളങ്കരായിട്ടുള്ള കുറെ നാട്ടുകാരും അവിടുത്തെ രവിയണ്ണനും നാട്ടുംപുറത്തെ ഇടവഴികളും കടകളും വെസ്പ സ്കൂട്ടറും മുളവേലികളും എല്ലാം കൂടിയായിട്ട് നമ്മളെ പഴയ ഒരു കേരള നാട്ടുംപുറത്തിന്റെ നൊസ്റ്റാൾജിയയിലേക്ക് നല്ലപോലെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് സൂഫ്രം സോ. മഹാസംഭവം ഒന്നുമല്ല, സിമ്പിളായിട്ടുള്ള സ്റ്റോറിയൊക്കെ തന്നെയാണ്, പക്ഷേ രസമുണ്ട്, കണ്ടിരിക്കാം. യൂത്തിൻ്റെ കൂടെ നല്ല പ്രായമുള്ള ആളുകളും കൂടി ഈ സിനിമ കാണുന്നു, നല്ല രീതിയിൽ തന്നെ ചിരിക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തൻ്റെ ആദ്യ സംവിധാന സംരംഭത്തിൽ തന്നെ JP തുമിനാട് 100% വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ സിനിമയിലെ ഒരു നായക കഥാപാത്രത്തിനെയും കൂടി അടിപൊളിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു കന്നഡ പടം മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് ഇറക്കിയതാണെന്നുള്ളത് ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ തോന്നില്ല. ഡ്രസ്സിങ്ങിലൊക്കെ ചെറിയ ചില വ്യത്യാസങ്ങളുള്ളത് വെച്ചാൽ ഒരു സാധാരണ മലയാളിയെ പോലെ തന്നെ ബോഡി ലാംഗ്വേജും പെരുമാറ്റവും ഒക്കെ. ഇനി നമ്മൾ മാരീസനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കാൻ കുറച്ച് ക്ഷമമാണ്. കുറച്ച് ഇഴഞ്ഞ് ഒരു ക്ലാസ് സ്റ്റൈലൊക്കെയാണ് സിനിമയുടെ ഫസ്റ്റ് പോകുന്നത്, ഒരു ഡ്രൈവിംഗ് മൂവി എന്നൊക്കെയുള്ള രീതിയിൽ. ഫസ്റ്റ് ഹാഫ് കഴിയുന്നതിന് മുന്നേ തന്നെ തിയേറ്ററിൽ നിന്ന് ചിലരൊക്കെ എഴുന്നേറ്റ് പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് സിനിമ അങ്ങോട്ട് ഗിയർ മാറ്റുകയാണ്. കുറച്ച് വേഗതയൊക്കെ കൂട്ടിയിട്ട് ഒരു കിഡിലൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ട് സിനിമ അങ്ങോട്ട് മാറുകയാണ്. പിന്നെ ക്ലൈമാക്സ് വരെ വന്ദേ ഭാരത് പോകും പോലെ നിറയെ ട്വിസ്റ്റും ടേണും അടിച്ചു മിന്നിച്ചിട്ട് ഒരു 1.5 പോക്കായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഫഹദിനേക്കാൾ കൂടുതൽ വടിവേലിന് ഈ സിനിമയിൽ കയ്യടി കിട്ടി എന്നറിയണമെന്നുണ്ടെങ്കിൽ സിനിമ കാണുക തന്നെ വേണം. പണ്ട് കൊമേഡിയക്കനൊക്കെ ആയിട്ട് മാത്രം അഭിനയിച്ചിട്ടുള്ള അദ്ദേഹം ആ മനുഷ്യനാണ് തമാശയുള്ള ഒരു അംശം പോലും ഇല്ലാത്ത ഈ സിനിമയിലെ വേലായുധം പിള്ള എന്ന് പറയുന്ന കഥാപാത്രത്തിനെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഫഹദിന്റെ ദയാലൻ എന്ന് പറയുന്ന കള്ളൻ കഥാപാത്രം നമ്മൾ തൊണ്ടി മുതലും ദൃക്സാക്ഷിയിലും അതുപോലെ തന്നെ വേട്ടയ്യലൊക്കെ കണ്ടിട്ടുള്ള കഥാപാത്രവുമായിട്ട് വളരെ സാമ്യമുള്ള ഒരു കഥാപാത്രം തന്നെയാണ്. അങ്ങനെ വലിയ പുതുമയൊന്നും തോന്നിയില്ല. മൂപ്പരത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ഫാമിലി ഫ്രണ്ട്സ് മൂവി എന്നാൽ കുറെ തമാശയൊക്കെ ആയിട്ട് നല്ല രസത്തിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് സൂഫ്രം സോ. ഇനി കുറച്ച് വ്യത്യാസമായിട്ട് ഒരു ഡാർക്ക് ത്രില്ലർ എന്നൊക്കെയുള്ള രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് മാരീസൻ. ഒരു കാര്യമുണ്ട്, ഈ 2 സിനിമകളും കണ്ടിട്ട് നമ്മുടെ 2.5 മണിക്കൂറും പോക്കറ്റിലെ പൈസയും പോയി എന്നുള്ളത് ഒരിക്കലും നമ്മൾ വിഷമിക്കേണ്ടതായിട്ട് വരില്ല. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഷെയർ ചെയ്യുക.